ഇന്ന് നമുക്ക് റേ സ്റ്റിച്ച് എങ്ങനെ തയ്ക്കാമെന്ന് നോക്കാം. ഈ ഒരു റേ സ്റ്റിച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 8 സ്ട്രെയിറ്റ് ലൈൻ ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റിച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പം ഒരു ഫാനിൻ്റെ ഒരു പാറ്റേൺ ആണ് വരുന്നത്. അതുകൊണ്ട് ഈ റേ സ്റ്റിച്ചിനെ നമ്മൾ ഫാൻ സ്റ്റിച്ച് എന്നും പറയാറുണ്ട്. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. അതിന് ഞാൻ ഇതുപോലെ 6 സ്ട്രാൻഡ്സിലുള്ള എംബ്രോയ്ഡറി ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ഡോളി ബ്രാൻഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. ഇങ്ങനെയാണ് നമ്മൾ റേ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വരയ്ക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് സെൻറ്ററിലൊരു വലിയൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം. എന്നിട്ട് അതിൻ്റെ 2 സൈഡിലും ഇതുപോലെ ചെറിയ ലൈൻസ് വരച്ച് കൊടുക്കണം. അപ്പം നമ്മൾ ലൈൻസ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പ്രീവിയസ് ലൈനിൽ നിന്നും ലെങ്ത് കുറവായിരിക്കണം നമ്മൾ അടുത്ത ലൈൻ വരയ്ക്കുമ്പോൾ. അപ്പോൾ ഞാനത് തയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആദ്യം നമുക്ക് ഈ എ എന്ന പോയിന്റിൽ കുത്തിയിട്ട് നീഡിലെടുക്കാം. ഇതുപോലെ. എന്നിട്ട് നമുക്ക് ഈ ബി എന്ന് പറയുന്ന ഈ പോയിന്റിലിവിടെ ഇതുപോലെ ഇറക്കി കൊടുക്കാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ഹാൻഡിൽ പോലെയാണ് നമ്മളിത് വെക്കുന്നത്. ഒരു ഫാനിൻ്റെ ഹാൻഡിൽ വരില്ലേ, അതേപോലെയാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ഇവിടെ ചെയ്യുന്നത്. ഇങ്ങോട്ടേക്ക് നമ്മളിനി സ്റ്റിച്ച് ചെയ്യില്ല, ഈ ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് മാത്രമേ ഇവിടെ വരത്തുള്ളൂ. ഇനി നമ്മൾ നീഡിലെടുക്കേണ്ടത് ഈ സി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നാണ്. ഇതുപോലെ നമുക്ക് നീഡിലെടുക്കാം. എന്നിട്ട് ഈ ബി എന്ന് പറയുന്ന പോയിന്റിൽ നമുക്കിവിടെ ഇറക്കി കൊടുക്കാം. ഇതുപോലെ. ഇനി നമുക്ക് ഡി എന്ന പോയിന്റിൽ നിന്നാണ് നീഡിലെടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ഈ ബി എന്ന പോയിന്റിൽ ഇതുപോലെ ഇറക്കി കൊടുക്കാം. ഇതുപോലെ. ഇനി നമുക്ക് ഇയിൽ നിന്നും നീഡിലെടുക്കാം. എന്നിട്ട് ബി എന്ന പോയിന്റിൽ ഇതുപോലെ ഇറക്കി കൊടുക്കാം. അപ്പോൾ എല്ലാ ലൈൻസും നമ്മൾ എൻഡ് ചെയ്യുന്നത് ബി എന്ന് പറയുന്ന പോയിന്റിലാണ്. ഇനി നമുക്ക് എഫിൽ നിന്നും നീഡിലെടുക്കാം. എന്നിട്ട് ബിയിൽ ഇറക്കി കൊടുക്കാം. ഇനി ജി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് നമുക്ക് നീഡിലെടുക്കാം. എന്നിട്ട് ബിയിൽ ഇറക്കി കൊടുക്കാം. ഇനി വീണ്ടും നമുക്ക് എച്ച് എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും നീഡിലെടുക്കാം. എന്നിട്ട് ബിയിൽ ഇറക്കി കൊടുക്കാം. ഇനി നമുക്ക് ഐ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും നീഡിലെടുക്കാം. ബിയിൽ ഇറക്കി കൊടുക്കാം. നമ്മുടെ സ്റ്റിച്ച് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിൽ കെട്ടിട്ട് കൊടുക്കണം. എംബ്രോയ്ഡറി സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പം നമ്മൾ എങ്ങനെയാണ് കെട്ടിടുന്നതെന്ന് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിനകത്തിപ്പോൾ കാണിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് റീ സ്റ്റിച്ച് വരുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. നമ്മൾ ഇതിൻ്റെ അകത്ത് സ്ട്രെയിറ്റ് സ്റ്റിച്ചസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഈ ഒരു സ്റ്റിച്ച് നമുക്ക് ഓൾ ഓവർ ഡിസൈനായിട്ട് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെയും ഈ ഒരു സ്റ്റിച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിപ്പം ഇവിടെ ഫ്രഞ്ച് നോട്ടാണ് ഇതിൻ്റെ ഈ കോർണേഴ്സിലൊക്കെ തയ്ച്ച് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഞാൻ ബീഡ്സ് ആണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പം അത് നമുക്ക് നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കത് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു റേ സ്റ്റിച്ച് ഞാൻ 3 സ്ട്രാൻഡ്സ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ 6 സ്ട്രാൻഡ്സിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്റ്റിച്ച് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. വീഡിയോ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ എന്തായാലും എഴുതാൻ മറക്കല്ല. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.